രാഹുൽ അത്രേ ഉള്ളൂ. എൻ്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ശാന്തമായി ചർച്ച അവസാനിപ്പിക്കാൻ സാധിക്കും. ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് ടി പി ഒറ്റ കാര്യം നോക്കൂ. നിങ്ങളോട് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ സഹായം തേടാം എന്ന് പറയുന്നു. തേടിയില്ല. എന്തായാലും നിങ്ങൾ അങ്ങനെ തേടാതെ തന്നെ നിങ്ങൾ കൾപ്രിറ്റ്സിനെ കണ്ടെത്തിയിരിക്കുന്നു. ആ കൾപ്രിറ്റ്സ് ഞങ്ങൾ ഇത് ചെയ്തതായി പറയുന്നു. ഞങ്ങൾ ഉപയോഗിച്ച ഡിവൈസ് ഞങ്ങൾ തകർത്ത് കളഞ്ഞു, കാണാതായി എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും CRPC പ്രകാരം കേസെടുക്കേണ്ടതല്ലേ? അതിന് പകരം മാറ്റർ ബി ഡിസൈഡഡ് ആഫ്റ്റർ കൾമിനേഷൻ ഓഫ് ദ ട്രയൽ എന്ന് പറയുമ്പോൾ അതിനുള്ള അധികാരം കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. അങ്ങനെ പറയുമ്പോൾ നിയമപരമായി ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുകയല്ലേ ചെയ്യുന്നത്? പെട്ടെന്ന് രണ്ട് വരികൾ. കാര്യം എനിക്ക് രണ്ട് വരികൾ. ഒന്ന്, ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ സഹായം തേടണം എന്ന് പറഞ്ഞിട്ടില്ല, തേടാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് തേടിയേ പറ്റൂന്നും ഒരു പോലീസ് കേസ് എടുത്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. അല്ലാതെ തന്നെ കോടതിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവർ കണ്ടെത്തി. അവർ വളരെ ഫാക്ട്ഫുള്ളി കണ്ടെത്തിയെന്ന കാര്യത്തിൽ മിനി മാഡത്തിന് പോലും ഡിസ്പ്യൂട്ട് ഉണ്ടാവില്ല. രണ്ട്, ഞാനിത് പറയുന്നതിന്റെ കാരണം ഇതൊക്കെ പറയുന്നത് ഒരു കാമഫ്ലാഷ് ആണ്. ഇതൊക്കെ പറയുന്നത് ഒരു മുഖം മൂടിയാണ്. ടാർഗറ്റ് ഇതൊന്നും അല്ല. ടാർഗറ്റ് യഥാർത്ഥത്തിൽ ആ വീട്ടിൽ കൊണ്ടുപോയ ആള് പോലും അല്ല. ടാർഗറ്റ് ഏതെങ്കിലും രീതിയിൽ കോടതിയെ ടാർണിഷ് ചെയ്യുക എന്നുള്ളതാണ്. കോടതിയെ ടാർണിഷ് ചെയ്യുകയും ഈ പ്രോസസ്സിൽ അടിക്കുകയും ഇതിന് മുഴുവൻ എന്തോ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് വരുത്തി തീർക്കാനും സ്ട്രാറ്റജിയാണെന്ന് നിയമം പഠിച്ച എല്ലാവർക്കും അറിയാം. ഒരു വരി കൂടെ പറഞ്ഞോട്ടെ മിനി മാഡം. മിനി മാഡത്തിന്റെ ലീഗൽ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ രാഹുലിന്റെ അടുത്ത്. രാഹുൽ, ഒരു ജഡ്ജിക്ക് ഞാൻ തന്നെ ഈ കേസിന്റെ വിധി പറയണം, എന്തിനാണ് ഇത്ര ചാടിയും? Debate with MV Nikesh Kumar.